Don't push back. 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 Hi guys, welcome back to our YouTube channel Hustling Honeys. So ഇന്ന് നമ്മൾ സ്റ്റാർട്ടിങ് ഫ്രം ടുഡേ നമ്മൾ ഓരോ വീക്കെൻഡിലും നമ്മൾ ഓരോ പ്ലേസസ് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. അപ്പം ആ പ്ലേസസിലെ കീ സ്ഥലങ്ങളിൽ എന്തൊക്കെയാണ് നമുക്ക് മസ്റ്റ് ഡു ആയിട്ടുള്ള ഐറ്റംസ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനിയുള്ള വ്ലോഗിൽ കാണിക്കാൻ പോകുന്നത്. സോ സ്റ്റാർട്ടിങ് ഫ്രം ടുഡേ നമ്മൾ ഇന്ന് പോകുന്ന ലൊക്കേഷനാണ് ബർലിംഗ്ടൺ. സോ ബർലിംഗ്ടൺ നമ്മുടെ ബ്രാംപ്ടണിൽ നിന്ന് ആക്ച്വലി ഒരു ഓൾമോസ്റ്റ് 1 hour ഡ്രൈവ് ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. നമ്മൾ കുഞ്ഞു നമ്മൾ ഹിഡൻ ആയിട്ടുള്ള പ്ലേസസ് ഒക്കെ ഉണ്ട്, നല്ല യൂറോപ്യൻ വൈബൊക്കെ കിട്ടുന്നത്. അപ്പം ആ ഒരു പ്ലേസസിൽ പോയിട്ട് അവിടെ ചെറിയ കാര്യങ്ങൾ നമുക്ക് എങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാം എന്നുള്ള വ്ലോഗിങ് ആയിരിക്കും ഇനി തൊട്ട് നിങ്ങൾ ഈ ചാനൽ കാണാൻ പോകുന്നത്. സോ ഇന്ന് നമ്മൾ ഫസ്റ്റ് അങ്ങോട്ട് പോവുകയാണ്. അപ്പം നമുക്കിനി ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് കാണാം. ഹായ് ഗൈസ്, സോ അപ്പം നമ്മൾ ബർലിംഗ്ടൺ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ പോകുന്നത് വില്ലേജ് സ്ക്വയർ, അതാണ് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ബർലിംഗ്ടണിലെ. അപ്പം അവിടെ വന്നിട്ട് ഇപ്പം അത് നമ്മൾ കുറേ പേര് ഇപ്പം വീഡിയോസിലാണെങ്കിലും ഫോട്ടോസിലാണെങ്കിലും കണ്ടിട്ടുള്ളൊരു കാര്യമായിരിക്കും. നമ്മളൊരു യൂറോപ്യൻ സ്ട്രക്ചറാണ് ആ ഒരു സ്ക്വയറിൻ്റെ അകത്തോട്ട് നമ്മൾ പോകുമ്പോഴത്തേനും അവിടെ കുറച്ച് കഫേ, റെസ്റ്റോറൻറ്റ്സ്, പിന്നെ കുറച്ച് എന്താ പറയുക കുറേ സ്റ്റേഷനറി പോലത്തുള്ള സംഭവങ്ങൾ, അങ്ങനത്തെ കുറേ ഷോപ്സ് ആണ് അവിടെ മെയിൻലി ഉള്ളത്. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. ഇറ്റ്സ് ലൈക്ക് ഇറ്റ് വിൽ ഗീവ് kind of a European vibe. So that's what we are going into. So yeah, let's go. So yeah, this is the restaurant which this is not a restaurant, actually a cafe which I was talking about. That's Lola. So ഇവിടുത്തെ കോഫി ഒക്കെ നല്ല യമ്മാണ്. നമുക്ക് ആദ്യം അങ്ങോട്ട് തന്നെ പോവാം. കം. ഓക്കെ ഗൈസ്, സോ നമ്മളപ്പം ലോലയിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഇവിടെ ഒരു ക്യൂട്ട് കോട്ടേജ് ഉണ്ടപ്പോഴത്തേനും അവിടെ വന്ന് നമ്മൾ നിൽക്കുകയാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ആംബിയൻസ് ഒക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും എന്ത് കാം ക്വൈറ്റ് സെറീൻ ആയിട്ടുള്ളൊരു വ്യൂ ഒക്കെയാണ്. ഇതെന്തോ ഒരു പ്രൈവറ്റ് പാർട്ടിയൊക്കെ ഹോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യൂട്ട് കോട്ടേജ് ആണ്. ഐ ഗെസ് ഇറ്റ്സ് ക്ലോസ്ഡ് ഫോർ നൗ, ബട്ട് സ്റ്റിൽ ഇവിടെ ഒരു ഗ്ലാസ് ഹൗസ് ഉണ്ട്. പിന്നെ നമ്മൾ കുറച്ച് അങ്ങോട്ട് പോകുമ്പോഴത്തേനും എക്സിറ്റ് ആണ്. ഇത്രയേ ഉള്ളൂ സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ ഒരു റേഹൂൺ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റും ഉണ്ട്. നമ്മളിതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ട് റേഹൂൺ റെസ്റ്റോറൻറ്റിൽ. ബട്ട് ഇറ്റ്സ് ദാറ്റ്സ് ഇറ്റ്. ഇത്രയേ ഉള്ളൂ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു കുഞ്ഞ് വില്ലേജ് സ്ക്വയർ ആണ്. ഇവിടെ നമുക്കൊരു ഈവനിങ് എനിക്കൊന്ന് ഈവനിങ്ങിൽ ഇവിടെ മ്യൂസിക്കും ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ ആൾക്കാർ വന്ന് ഇവിടെ പെർഫോം ഒക്കെ ചെയ്യും. അപ്പം അതൊക്കെ എൻജോയ് ചെയ്തൊരു കാം ഈവനിങ്, ഇതിപ്പോൾ ഒരു നൂൺ ടൈമാണ്, ഈവനിങ് ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു കുട്ടി സ്ഥലമാണ്. ഓക്കെ ഗൈസ്, സോ നമ്മളിപ്പം ആ വില്ലേജ് സ്ക്വയറിൻ്റെ അടുത്ത് തന്നെ ഒരു ട്രെയിൽ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ആ ട്രെയിലിൽ നടക്കാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേനും ഒരു വെറൈറ്റി സാധനം കാണിച്ചു തരാം. സോ അതാണ് ഹോട്ട് സ്പ്രിംഗ് എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ഭയങ്കര ചൂടാണ് ഇപ്പം കാനഡയിൽ. ഇറ്റ്സ് ലൈക്ക് റിയലി ഹോട്ട് സമ്മർ, 30-35 ഡിഗ്രിയാണ്. അപ്പം അതിലൊരു ചെറിയൊരു കൂൾ ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു സ്പ്രിങ്ക്ലർ, വാട്ടർ സ്പ്രിങ്ക്ലർ. ഇതൊരു വെറൈറ്റി ആയിട്ട് ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇത് കാണുന്നത്. സോ അത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ലൈക്ക് റിയലി ഗുഡ്. ഇത് പബ്ലിക് ആണ് ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇത് ആരുടെയും പ്രൈവറ്റ് പോലും അല്ല. ലൈക്ക് കണ്ടോ, ഭയങ്കര ഒരു കൂൾ ഫീലിംഗ് കിട്ടും നമുക്ക് ഈ സമ്മറിലൊക്കെ ഇവിടെ പോയി. ഞാനോട് ഇത് സെൻസറാന്ന് തോന്നുന്നു. ഇതിപ്പോ നിന്നു, എനിക്കറിയില്ല എന്താ നിന്നേന്ന് ആവോ, ബട്ട് സ്റ്റിൽ ഓക്കെ. ഓ, യു ഹാവ് ടു പ്രസ്. താങ്ക് യു. സോ യാ, ഇറ്റ്സ് ലൈക്ക് റിയലി ഗുഡ്. നല്ലൊരു ഫീൽ കിട്ടുന്ന ഒരു സാധനമാണ്. സോ ഇത് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ എൻ്റെ സമ്മറിൽ ഇങ്ങനെ ഒരു പബ്ലിക് ആയിട്ടുള്ളൊരു സാധനമൊക്കെ. സോ ഇറ്റ്സ് ആൻ അനദർ തിങ്. സോ ആക്ച്വലി ഇത്
ബെർലിംഗ്ടണിൽ മാത്രമേ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളൂ. സോ ഇതൊന്ന് വന്നിട്ട് ഒരു ഫൗണ്ടെയിൻ ആണ്, വാട്ടർ ഫൗണ്ടെയിൻ ആണ്. നമുക്ക് ഇവിടെ വെള്ളം കുടിക്കാം. താഴെ വന്നിട്ട് ഈവൻ ഡോഗ്സിന് വെള്ളം കുടിക്കാൻ വരെ ഇവർ ഫെസിലിറ്റീസ്, ഇതൊക്കെ വളരെ നല്ലൊരു കാര്യമാണ് ഗവൺമെന്റ് ചെയ്തിട്ടുള്ളത്. സോ ഇത് സമ്മർ ഹീറ്റിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മിസ്റ്റും പിന്നെ ഈ ഒരു വാട്ടർ ഫൗണ്ടെയിൻ ആണ്. ഇറ്റ്സ് റിയലി ഗുഡ് തിങ്. ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. സോ ഐ തിങ്ക് എവറിബഡി വിൽ ഫോളോ ദിസ് തിങ്. സോ യാ, don't push back. 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 Conscience under. സോ ഗൈസ്, സോ ഇന്ന് നമ്മൾ ഒരു ലഞ്ചിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടുപിടിച്ച സ്ഥലം ജേക്സ് ഗ്രിൽ ആൻഡ് ഓയിസ്റ്റർ ഹൗസ് ആണ്. സോ ഇവിടെ നമ്മൾ ആക്ച്വലി പണ്ട് നേരത്തെ വന്നിട്ടുണ്ട്. ഇവിടെ നല്ല അടിപൊളി ആംബിയൻസ് ആയിക്കോട്ടെ, ഇവിടുത്തെ ആ ഒരു പ്രസന്റേഷൻ ആയിക്കോട്ടെ, എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള ആൾക്കാരാണ്. ബാരിസ്റ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ സൂപ്പർ ആണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ. സോ നമ്മൾ ഇന്ന് കഴിക്കാൻ ഓപ്റ്റ് ചെയ്തേക്കുന്നത് ഇതാണ്. എവറിബഡി ഹു എവർ ഇസ് ഇൻ ബർലിംഗ്ടൺ വിസിറ്റ് ചെയ്യാൻ വന്നവർക്ക് ഇതൊരു മസ്റ്റ് ഗോ റെസ്റ്റോറൻറ്റ് തന്നെയാണ്. സോ നമുക്കപ്പം അകത്തോട്ട് പോവാം. സോ ഇത് വന്നിട്ട് ഇവിടുത്തെ ഒരു സൊവിനിയർ ഷോപ്പാണ്. അപ്പോൾ നമുക്ക് കോംപ്ലിമെൻ്ററി വാട്ടറൊക്കെ തന്നു. ഷി വാസ് സോ നൈസ് ആക്ച്വലി. സോ അത് കഴിഞ്ഞ് ഇവിടെ കുറേ കൂടുതലുണ്ടെന്ന് കാണിക്കുന്നതാണ്. ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ഒരു വൈഡ് വെറൈറ്റീസ് ഓഫ് ക്യാൻഡിൽസ്, ഫ്രിഡ്ജ് മാഗ്നറ്റ്സ്, കീ ചെയിൻസ് ഒക്കെ ഉണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് റിയലി ഗുഡ്. ഒരു കൺട്രി സൈഡിലോട്ട് വന്നൊരു ഫീലിംഗ് ആണ് ഈ ഒരു കടയിലോട്ട് കയറിയപ്പോഴത്തേനും. സോ ഇവിടെ നമ്മൾ എന്തെങ്കിലും ഒരു സുവനീർ വാങ്ങാമെന്ന് വിചാരിച്ചാണ് കയറിയിരിക്കുന്നത്. So that it gives me a memory that I visited Burlington. Yeah. So ഞാൻ ബെർലിംഗ്ടൺ ആ ഒരു സിംപ്ലി ഗിഫ്റ്റഡ് കടയിൽ നിന്ന് വാങ്ങിച്ചൊരു സുവനിയർ ആണ്. ജസ്റ്റ് ടു റിമൈൻഡ് ദാറ്റ് ഐ ഹാവ് ബീൻ ഇൻ ദിസ് പ്ലേസ് ബിഫോർ. സോ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ കൊണ്ടൊട്ടിക്കും. ഇറ്റ്സ് കൈൻഡ് ഓഫ് എ നമ്പർ പ്ലേറ്റ് മാഗ്നറ്റ് ആണ്. സോ യാ, ഇറ്റ്സ് ഫോർ മൈ സെൽഫ്. നമ്മൾ നമ്മുടെ വ്ലോഗിന്റെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനിൽ വന്നേക്കാണ്. നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് ബർലിംഗ്ടൺ പിയർ. സോ ഇത് വന്നിട്ട് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബർലിംഗ്ടണിൽ. ആര് വന്നാലും ഇവിടെ എപ്പോഴും നമ്മൾ വന്ന് ഒരു ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ആക്ച്വലി ഭയങ്കര ക്രൗഡഡ് ആണ്. അവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ക്രൗഡ് ഉണ്ട് അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇത് ആക്ച്വലി ഒരു ലേക്ക് ഷോറാണ്. ഇവിടെ വന്നിട്ട് ഇവിടെ കുറേ പേര് കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഇത് ഒരു സൺസെറ്റിന് പറ്റിയ ഒരു ഡെസ്റ്റിനേഷൻ ആണ് ബർലിംഗ്ടൺ പിയർ. ഇവിടെ വരുന്ന ഒട്ടുമിക്ക എല്ലാവരും ബർലിംഗ്ടൺ കേൾക്കുമ്പോൾ ആദ്യം എല്ലാവരുടെ മൈൻഡിൽ വരുന്ന ഒരു സാധനം ഈ പിയർ ആണ്. നമുക്ക് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് കൂടുതൽ നല്ലൊരു വ്യൂവിൽ കാണാൻ പറ്റും ആ പിയർ എങ്ങനെയാണെന്നുള്ളത്. സോ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ, ലാസ്റ്റ് സ്പോട്ട്. ഇവിടെ വന്നൊരു ഈവനിങ് സ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ സൺസെറ്റ് കണ്ടിട്ട് പോവുക, ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരുമായിട്ട് വരുവാണെങ്കിൽ നല്ല അടിപൊളി ഒരു വ്യൂ കിട്ടുന്ന ഒരു സ്ഥലമാണ്. സോ നമുക്ക് കൂടുതൽ വ്യൂസ് അങ്ങോട്ട് പോയിട്ട് കാണാം. സോ ഗൈസ്, സോ ഇന്ന് ഇത്രയേ ഉള്ളൂ ഈ ഒരു വ്ളോഗ്. തിങ്സ് ടു ഡു ഇൻ ബർലിംഗ്ടൺ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ അവസാനിക്കുകയാണ്. സോ ദാറ്റ് നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ. നമ്മൾ സൺസെറ്റ് കണ്ട് പിയറിൽ നിന്ന് പോവുകയാണ്. സോ ദാറ്റ്സ് ഓൾ വി ഹാവ് ഇൻ ബർലിംഗ്ടൺ. ആക്ച്വലി ബർലിംഗ്ടണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും പറയേണ്ടത് ഇവിടുത്തെ ആൾക്കാരെ കുറിച്ചാണ് കേട്ടോ. സോ ദ പീപ്പിൾ ഓവർ ഹിയർ ഇസ് റിയലി റിയലി നൈസ്. ലൈക്ക് ഈവൻ നമ്മുടെ റിയൽ കനേഡിയൻസ് ആണെങ്കിൽ പോലും വളരെ വെൽക്കമിങ്ങും വളരെ
എന്താ അവരുടെ ജെസ്ചർ ആണെങ്കിൽ പോലും വളരെ നല്ലതായിരുന്നു. സോ അത് ഭയങ്കര വെൽക്കമിങ് ആയിട്ട് എനിക്ക് തോന്നി ഈ ഒരു സ്ഥലത്തിൻ്റെ, പ്രത്യേകിച്ച് ഈ ഒരു സ്ഥലത്തിൻ്റെ. സോ അത് വളരെ ഒരു കാമിങ് സിറ്റുവേഷൻ ആയിരുന്നു. സോ എന്തായാലും ഇത്രയേ ഉള്ളൂ ബർലിംഗ്ടണിൻ്റെ മെയിൻ പ്ലേസസ്. മെയിൻലി ഇത്രയാണ് ഇവിടെ കാണാനുള്ളത്. ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. സോ കാനഡയിലുള്ളവർ എന്തായാലും ഈ ഒരു പ്ലേസ് വന്ന് വിസിറ്റ് ചെയ്യുമ്പം ഡു watch this video. If you like this video, do like, share and subscribe. Bye.